ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ ഒരു 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നൊരു കൺഫ്യൂഷൻ റിയൽമി 5S എടുക്കണോ അതോ റെഡ്മി നോട്ട് 8 എടുക്കണോ എന്നുള്ളതിനെ പറ്റിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ഒരു ചെറിയ കമ്പാരിസൺ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഏതൊരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോൺസിനും സെയിം പ്രൈസിലാണ് വരുന്നത്. 9,999 രൂപയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ബേസ് വേരിയൻസിൻ്റെ വില വരുന്നത്. ഈ രണ്ട് സ്മാർട്ട് ഫോൺസിലും നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും, മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ട് സ്മാർട്ട് ഫോൺസും ഡ്യുവൽ നാനോ സിം ആണ്. റിയൽമിയിൽ കളർ OS ആണ് വരുന്നത്, റെഡ്മിയിൽ MIUI ആണ് വരുന്നത്. രണ്ടും ആൻഡ്രോയിഡ് 9 പൈലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സോ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പെർഫോമൻസ് പറയാം. പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡിവൈസും സ്നാപ്ഡ്രാഗണിൻ്റെ 665 പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സിമിലർ പെർഫോമൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ നോക്കാം. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ റെഡ്മി നമുക്കൊരു പ്രീമിയം ലുക്കാണ് തരുന്നത്. കാരണം നമുക്ക് ബാക്കിലെ ഗ്ലാസ് ബോഡിയാണ് ലഭിക്കുന്നത്. റിയൽമി 5Sലേക്ക് വരുന്ന സമയത്ത് അവർ സാധാരണയായിട്ടുള്ള ഡയമണ്ട് കട്ട് പ്ലാസ്റ്റിക് ഡിസൈനാണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് സ്മാർട്ട് ഫോൺസിനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ട്. റിയൽമി 5Sൽ ഫ്രണ്ടിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3+ന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ റെഡ്മിയിൽ വരുമ്പോൾ സമയത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്ക്രീൻ സൈസ് ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് 6.5 ഇഞ്ചും ഒന്ന് 6.3 ഇഞ്ചും ആണ്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ റെഡ്മിയിൽ നമുക്കുള്ള ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ്മിയാണ് ബെറ്റർ ആയിട്ട് വരുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയിലാണ്. റിയൽമി 5Sൽ നമുക്ക് 5000 mAhന്റെ ബാറ്ററിയും അതേപോലെ തന്നെ റെഡ്മിയിൽ 4000 mAhന്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. റിയൽമി 5Sൽ ഒരു 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും റെഡ്മിയിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലൊരു വലിയ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെയിം ബാറ്ററി സെറ്റപ്പ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉപയോഗിച്ചിട്ട് ചാർജ് കയറുന്നത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 50% ചാർജ് കയറാൻ സാധിക്കും. 80% എന്ന് പറയുന്നത് 0-ൽ നിന്നും 50% എത്താനാണ് അരമണിക്കൂർ എടുക്കുന്നത്. 20% ഉള്ള ഒരു മൊബൈൽ കുത്തിയിടുകയാണെങ്കിൽ 80% ആവാൻ നിങ്ങൾക്ക് വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ 80% ആക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിയൽമി 5Sലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. ഷോർട്ട് ടൈം യൂസിന് ഏറ്റവും ബെറ്റർ റെഡ്മി നോട്ട് 8 തന്നെയാണ്. ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും സെയിം ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ കോഡ് ക്യാമറ സെറ്റപ്പ് 48+8+2+2, പ്രൈമറി, അൾട്രാ വൈഡ്, ഡെപ്ത് സെൻസിങ്, മാക്രോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 13 MB സെൻസർ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ റെഡ്മിയുടെ സ്മാർട്ട് ഫോൺസിൽ സ്ഥിരം കാണുന്ന പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് റെഡ്മിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ റിയൽമി 5Sലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ സെൽഫീസ് എടുക്കുന്ന സമയത്ത് റിയൽമിയുടെ സ്മാർട്ട് ഫോൺസിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പിങ്കിഷ് അല്ലെങ്കിൽ റെഡിഷ് കളർ നമ്മുടെ ആ ഒരു പിക്ചറിൽ വരുന്നുണ്ട്. മറ്റെല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടും. സോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് ടൈപ്പിലുള്ള ക്യാമറാസ് വേണമെന്നുള്ളത്. അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ മേടിക്കുക. സോ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സിമിലർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് റെഡ്മിയിലായിരിക്കും കുറച്ചും കൂടി ഹീറ്റിംഗ് കുറവായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ്മി, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറഞ്ഞാൽ റെഡ്മി നോട്ട് 8 ആയിരിക്കും ബെറ്റർ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. കാരണം റിയൽമി 5S ആ ഒരു സ്മാർട്ട് ഫോണ് കാരണം റിയൽമിയുടെ ലോ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റിയൽമി 2 Pro അതേപോലെ റിയൽമി 2 പോലെ സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു പെർഫോമൻസ് വന്ന ശേഷം കുറച്ച് നാളത്തെ യൂസേജ് കഴിഞ്ഞ സമയത്ത് വളരെയധികം ഹാങ്ങിങ് കാണിക്കുന്നുണ്ട്. ഇപ്പം അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്ഡേറ്റ്സ് വരാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ബഗ് ഉള്ളതുകൊണ്ടാണോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. റിയൽമിയുടെ സ്മാർട്ട് ഫോൺസിൽ അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. പക്ഷേ റെഡ്മിയുടെ സ്മാർട്ട് ഫോൺസിൽ നിങ്ങൾക്കൊരു 1 വർഷം യൂസ് ചെയ്ത് 1.5 വർഷം യൂസ് ചെയ്യുന്ന സമയത്താണ് ഹാങ്ങുകൾ വന്ന് തുടങ്ങുന്നത്. സോ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു 1 വർഷം 1.5 വർഷമൊക്കെ ആ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സോ എനിക്ക് പേഴ്സണലി റെഡ്മിയോട്ടാണ് താല്പര്യം. അതേപോലെ തന്നെ MIUI 10ന്റെ അപ്ഡേറ്റും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉടൻ തന്നെ 11ന്റെ അപ്ഡേറ്റും ഉടൻ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺസിൽ വരും. സോ MIUI 11ൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ചോയ്സ് റെഡ്മി നോട്ട് 8 ആണ്. നിങ്ങൾ ഏത് മേടിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.